ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ ഇൻസെപ്റ്ററയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് കെമിസ്ട്രിയുടെ ഇലക്ട്രോ കെമിസ്ട്രിയും കാര്യങ്ങളും എല്ലാം പഠിച്ചു തീർന്നായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവുകയാണ്. അടുത്ത ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഇത് 5ാമത്തെ ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രിയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ജസ്റ്റ് വെറുതെ ഒന്ന് വായിച്ച് നോക്കി വെച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ. വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. പ്രോബ്ലം സൈഡോ അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. സർഫസ് കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസിൽ നടക്കുന്ന ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചാണ് എന്ത്? സർഫസ് കെമിസ്ട്രി. ഓക്കെ, സർഫസിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സർഫസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എന്ത്? സർഫസ് കെമിസ്ട്രി. ഓക്കെ, അപ്പോൾ ഈ സർഫസ് കെമിസ്ട്രി പഠിക്കുമ്പം നമ്മൾ കുറേ ടേമുകൾ ഇപ്പോൾ അങ്ങോട്ട് പരിചയപ്പെടും. ആ ടേമുകളെല്ലാം കറക്റ്റായിട്ട് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യത ഉണ്ടാകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുന്നത് എന്താണെന്ന് പറയുന്നത് സർഫസ് ഫിനോമിനൻസിനെ കുറിച്ച്, സർഫസിൽ നടക്കുന്ന ഫിനോമിനൻസിനെ കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എന്ത്? സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം സർഫസ് കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന 2 ടേം കാണും. ഒന്നിനെ പറയുന്ന പേര് അഡ്സോർപ്ഷൻ എന്ന് പറയും. അഡ്സോർപ്ഷൻ, AD എന്ന് പറയും. ഓക്കെ, രണ്ടാമതൊരു ടേം പറയും അബ്സോർപ്ഷൻ എന്ന് പറയും. ഈ 2 ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം പറയാൻ. സർഫസ് കെമിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് അഡ് എന്നായിരിക്കും. ഓക്കെ, അഡ്സോർപ്ഷൻ എന്താണ്? അഡ്സോർപ്ഷൻ. മറ്റേത് അബ്സോർപ്ഷൻ. ഓക്കെ, അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് വേണ്ടത് അഡ്സോർപ്ഷൻ ആണെന്ന് പറഞ്ഞില്ലേ? AD, അഡ്സോർപ്ഷൻ. ഓക്കെ, എന്താ അഡ്സോർപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ അക്യുമുലേഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ ദ സർഫസ്. ഓക്കെ, ഒരു സർഫസിൽ ഉണ്ടാകുന്ന പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്ററിൻ്റെ അക്യുമുലേഷനെ പറയുന്ന പേരാണെന്ത്? അഡ്സോർപ്ഷൻ. അത് സർഫസിൽ മാത്രമേ നടക്കൂ. സർഫസിൽ അക്യുമുലേഷൻ ഓഫ് സർഫസ്. ഓക്കെ, സർഫസിൽ നടക്കുന്ന അക്യുമുലേഷൻ ഏതിൻ്റെ? മാറ്ററിൻ്റെ. അത് ചിലപ്പോൾ ഗ്യാസ് ആവാം, ചിലപ്പോൾ സോളിഡ് ആവാം, ചിലപ്പോൾ ലിക്വിഡ് ആവാം. എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ സർഫസിൽ നടക്കുന്ന അക്യുമുലേഷനെ പറയുന്ന പേരാണെന്ത്? അഡ്സോർപ്ഷൻ. ഓക്കെ, എന്നാൽ അബ്സോർപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൾക്കിലോട്ട്, അകത്തോട്ട്. ഓക്കെ, സർഫസ് എന്തൊരു സർഫസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം ഒരു പ്ലാറ്റ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തോക്ക്, ഓക്കെ, ബൾക്കിലേക്കാണ് ആ പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. ഇതാണ് അബ്സോർപ്ഷൻ. അപ്പം നമുക്ക് അബ്സോർപ്ഷൻ വേണ്ട, നമുക്ക് വേണ്ട സാധനം എന്താണ്? അഡ്സോർപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സർഫസ് കെമിസ്ട്രി ഫസ്റ്റ് ടേം ആണ് അഡ്സോർപ്ഷൻ. ഓക്കെ, എന്തോ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് പാർട്ടിക്കിൾ ഓൺ ദി സർഫസിനെ പറയുന്ന പേരാണ് എന്ത്? അഡ്സോർപ്ഷൻ. ഓക്കെ, ദെൻ രണ്ടാമത്തെ പറയുന്ന കാര്യം, ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മാറ്റർ ഇപ്പോൾ സർഫസിൽ അക്യുമുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്ന പാർട്ടിക്കിൾസിനെ പറയുന്ന പേരാണ് അഡ്സോർബൻറ്റ്. എന്താണ്? അഡ്സോർബേറ്റ് എന്ന് പറയും. അഡ്സോർബേറ്റ്. ഓക്കെ, അഡ്സോർബേറ്റ്. ആരാണോ പറ്റിപ്പിടിക്കാൻ പോകുന്നത് അയാളെ പറഞ്ഞ പേരാണ് അഡ്സോർബേറ്റ് എന്നും. എന്തിലാണോ പറ്റിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ സർഫസിലാണോ റിയാക്ഷൻ നടക്കാൻ പോകുന്നത് അവനെ പറഞ്ഞ പേരാണ് അഡ്സോർബൻറ്റ്. എന്താണ്? അഡ്സോർബൻറ്റ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അഡ്സോർബൻറ്റ്, മറ്റേത് അഡ്സോർബേറ്റും, മറ്റേത് അഡ്സോർപ്ഷനും. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു തൽക്കാലത്തേക്ക് കുറച്ച് ഇങ്ക് ഈ ബോർഡിൽ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു ചോക്ക്, കുറേ ഇങ്ക് ഒഴിച്ചിട്ട് ഒരു ചോക്ക് കൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ മതിയെ ഇങ്ങനെ ഇട്ട് അങ്ങനെ നമ്മൾ ഒപ്പിയെടുക്കുകയാണ്. ഓക്കെ, ഒരു ചോക്ക് ഉപയോഗിച്ച് ആ ഇങ്ക് ഒപ്പിയെടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം ആ സർഫസിനെ, ചോക്കിൻ്റെ സർഫസിൽ മാത്രമേ ആ ഇങ്ക് പറ്റിപ്പിടിക്കൂ. അകത്തോട്ട് പോകുമോ? ഇല്ല. ഉറപ്പാണല്ലോ? ഇനി അതല്ല, ഇങ്കിന് പകരം വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ആ വെള്ളമാണ് ചോക്ക് വെച്ചിട്ട് ഇങ്ങനെ പറ്റിപ്പിടിച്ചെടുപ്പിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ആ ചോക്കിൻ്റെ സർഫസിൽ മാത്രമായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പറ്റിപ്പിടിച്ചതാരാ? വെള്ളമല്ലേ അല്ലെങ്കിൽ ഇങ്കല്ലേ? അങ്ങനെ പറ്റിപ്പിടിക്കപ്പെട്ടവരെ പറഞ്ഞ പേരാണ് അഡ്സോർബേറ്റ്. എന്താണ്? അഡ്സോർബേറ്റ്. എന്തിനകത്താ പറ്റിപ്പിടിച്ച്? എന്തിൻ്റെ സർഫസിലാണ്? ചോക്കിൻ്റെ സർഫസിൽ ആണല്ലോ. അപ്പോൾ ആ ചോക്ക് എന്തായിട്ട് മാറും? അബ്സോർബൻറ്റ്. എന്താണ്? അഡ്സോർബൻ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പറ്റിപ്പിടിക്കുന്ന ആളുണ്ട്, പറ്റിപ്പിടിക്കാൻ സഹായിച്ച ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ സർഫസ് ഫിനോമിനൻസിനെ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. ക്ലിയർ ആണല്ലോ? ഇനി അതല്ല, നമ്മൾ ആ വെള്ളം പിടിച്ചെടുത്തത് ഒരു സ്പോഞ്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ടോ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് ആ കോട്ടൻ്റെ സ്പോഞ്ചിൻ്റെ സർഫസിൽ മാത്രമാണോ നടക്കുന്നത്? അല്ല, ഉറപ്പായിട്ട് എങ്ങോട്ടേക്ക് പോകും? അകത്തോട്ട് ആ വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകും അല്ലേ? ഉറപ്പായിട്ടും പറ്റിപ്പിടിക്കും. അങ്ങനത്തുള്ള പ്രോസസ്സുകളെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. AB, അബ്സോർപ്ഷൻ. അപ്പം നമുക്ക് വേണ്ടത് സർഫസ് ഫിനോമിന ആയതുകൊണ്ട് എന്താണ്? അഡ് എന്നുള്ള വാക്ക് ഓർത്താൽ മതി. അഡ്സോർപ്ഷൻ. ഓക്കെ, എന്താണ്? സർഫസ് ഫിനോമിന ആണ് അഡ്സോർപ്ഷൻ. എന്താണ് അഡ്സോർബേറ്റ്?
ആരാണോ അക്യുമുലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ അതാണ് അഡ്സോർബേറ്റ്. എന്താണ് അഡ്സോർബേറ്റ്? എന്തിനകത്താണോ ആ സർഫസ് ഫിനോമിനന് വേണ്ടി പ്ലാറ്റ്ഫോം കൊടുത്തത്, സർഫസ് കൊടുത്തത്, അതിനെ പറഞ്ഞ പേരാണെന്ത്? അഡ്സോർബെന്റ്. ഇതാണ് അഡ്സോർബെന്റ്. ക്ലിയർ ആണല്ലോ? ഉറപ്പല്ലേ? അപ്പോൾ അഡ്സോർപ്ഷൻ ആയി, അഡ്സോർബേറ്റ് ആയി, അഡ്സോർബെന്റ് ആയി. ഓക്കെ, ഇതാണ് സർഫസ് ഫിനോമിനൻ. ഇതാണല്ലോ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇനി നമ്മൾ കുറച്ച് വാക്കുകൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ കുറച്ച് ടേമുകൾ കേൾക്കും, അപ്പോഴെല്ലാം ക്ലിയർ ആയിരിക്കണം. അപ്പം നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ നമുക്ക് വേണ്ടത് അഡ്സോർപ്ഷൻ, അഡ്സോർബേറ്റ്, അഡ്സോർബെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയാമല്ലോ. ചോക്കിനകത്തോ അല്ലെങ്കിൽ ചോക്ക് വെച്ചിട്ട് വെള്ളമോ ഇങ്കിനോ ഒപ്പിയെടുക്കുന്ന പ്രോസസ്സാണ് അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത നമ്മൾ പറയുന്ന പേരെന്താണെന്ന് പറഞ്ഞോ? സോപ്ഷൻ എന്ന് പറയും. എന്താണ് സോപ്ഷൻ? SORPTION, സോപ്ഷൻ. ഓക്കെ, സോപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സൈമൾട്ടേനിയസ് പ്രോസസ് ഓഫ് അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷനും സർഫസ് ഫിനോമിനനും അബ്സോർപ്ഷൻ ബൾക്ക് ഫിനോമിനനും രണ്ടും ഒരേ സമയത്ത് അല്ലെങ്കിൽ ഒരേ സർഫസിൽ നടക്കുകയാണെങ്കിൽ പറയുന്ന പേരാണ് സോപ്ഷൻ. ഇതാണ് സോപ്ഷൻ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും ADയും ABയും ഒരേ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നടക്കുകയാണെങ്കിൽ പറയുന്ന പേരാണ് സോപ്ഷൻ. ഇതാണ് സോപ്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഡീസോപ്ഷൻ എന്ന് പറയുന്ന വേർഡ് എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ അഡ്സോർപ്ഷൻ നമുക്കറിയാം. അഡ്സോർബേറ്റ്, അഡ്സോർബെന്റിൽ പറ്റിപ്പിടിക്കുന്ന പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ. ഓക്കെ, ഡീസോപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്സോർബേറ്റിനെയും അഡ്സോർബെന്റിനെയും റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്താന്ന് പറയുന്നത്? ഡീസോപ്ഷൻ. അബ്സോർബെന്റിൽ നിന്നും അബ്സോർബ് ചെയ്യപ്പെട്ട ആളെ അഡ്സോർബ് ചെയ്യപ്പെട്ട ആളെ തിരിച്ച് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡീസോപ്ഷൻ. എന്താണ്? ഡീസോപ്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അഡ്സോപ്ഷൻ എന്താണെന്ന് പറയുന്നത്? അഡ്സോപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിന. ആരാണോ പറ്റിപ്പിടിക്കപ്പെടുന്നത്? അഡ്സോർബേറ്റ്. എന്തിലാണോ സർഫസ് ഫിനോമിന നടക്കുന്നത്? അഡ്സോർബെന്റ്. സോപ്ഷൻ, അഡ്സോപ്ഷനും അബ്സോർപ്ഷനും ADയും ABയും അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും ഒരുമിച്ച് നടക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേര് സോപ്ഷൻ. ഡീസോപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്സോർബെന്റിൽ നിന്നും അഡ്സോർബേറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണെന്ത്? ഡീസോപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ടേമുകളാണ് നമുക്ക് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് നമുക്ക് പഠിക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അഡ്സോർപ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. അതിനകത്ത് രണ്ട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? അഡ്സോർബേറ്റും അഡ്സോർബെന്റും എന്നും പറഞ്ഞു കഴിഞ്ഞു ആണല്ലോ. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എക്സോതെർമിക് പ്രോസസ്സാണ്. എക്സോതെർമിക് പ്രോസസ്സാണ്. ഓർത്ത് വെച്ചിരിക്കണം. അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? എക്സോതെർമിക് പ്രോസസ്സാണ്. എന്താണ്? എക്സോതെർമിക് പ്രോസസ്സാണ്. ഉറപ്പായിട്ടും അഡ്സോർബെന്റിലേക്ക് അഡ്സോർബെന്റ് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റിനെ ഇവോൾവ് ചെയ്യും, പുറത്തേക്ക് വിടും. അതാണല്ലോ എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ 1 മോൾ ഓഫ് അഡ്സോർബേറ്റ് അഡ്സോർബെന്റിൽ എന്ത് ചെയ്യുമ്പം അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ 1 മോൾ അഡ്സോർബേറ്റ് അഡ്സോർബെന്റിൽ അഡ്സോർപ്ഷൻ നടക്കുമ്പം ഇവോൾവ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ പറയുന്ന പേരാണ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. എന്താണ്? ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഓർത്ത് വെച്ചിരിക്കുക. എന്താണ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓഫ് അഡ്സോർബേറ്റ് 1 മോൾ ഓഫ് അഡ്സോർബേറ്റ് എന്തിൽ ചെയ്യുമ്പം? അഡ്സോർബെന്റിൽ അഡ്സോർപ്ഷൻ ഫിനോമിന നടക്കുമ്പോൾ ഇവോൾവ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെ പറയുന്ന പേരാണെന്ത്? ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ഇതാണ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ക്ലിയർ അല്ലേ? അഡ്സോർപ്ഷൻ, അഡ്സോർബേറ്റ്, അഡ്സോർബെന്റ്, അബ്സോർപ്ഷൻ, സോപ്ഷൻ, ഡീസോപ്ഷൻ, ദെൻ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ. ക്ലിയർ ആണല്ലോ? ഉറപ്പല്ലേ? ഇനി ഈ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ച സാധനം 2 ടൈപ്പിലുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അഡ്സോർപ്ഷൻ എത്ര ടൈപ്പിലുണ്ട്? 2 ടൈപ്പിലുണ്ട്. ആ 2 ടൈപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞു വെച്ചിരിക്കണം, പഠിച്ചു വെച്ചിരിക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, ആ കാര്യം നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അഡ്സോർപ്ഷൻ ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്പ്. ഓക്കെ, അഡ്സോർപ്ഷൻ എത്ര ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? 2 ടൈപ്പ്. ഫസ്റ്റ് വണ്ണിനെ പറയുന്ന പേര് ഫിസിക്കൽ അഡ്സോർപ്ഷൻ. രണ്ടാമത്തെ പറയുന്ന പേര് കെമിക്കൽ അഡ്സോർപ്ഷൻ. എന്താണ്? കെമിക്കൽ അഡ്സോർപ്ഷൻ. ഏതെങ്കിലും ഒരു പേര് പഠിച്ചു വെച്ചേക്കണം. ഞാൻ ഒരു പേരും കൂടി പറയും. ഫിസിക്കൽ അഡ്സോർപ്ഷൻ,
ഓക്കെ, അതല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഫിസിസോപ്ഷൻ എന്ന് പറയും. ഫിസിസോപ്ഷൻ. ഓക്കെ, ഒന്ന് കെമിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസോപ്ഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു പേരെ പഠിച്ചു വെച്ചേക്കാവുന്നു. ഓക്കെ, അഡ്സോർപ്ഷൻ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്പ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ, ഓർ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓർ ഫിസിസോപ്ഷൻ. ഇതാണ് ഫിസിസോപ്ഷൻ. കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിസോപ്ഷൻ എന്നും പറയാറുണ്ട്. ക്ലിയർ അല്ലേ? ഉറപ്പാണല്ലോ. ദെൻ ഇനി നമുക്ക് ഇവരുടെ രണ്ടിനെയും എങ്ങനെ ഡിഫറൻസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അറിയണം. ഓക്കെ, അവർ ഡിഫറൻസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർക്കുക. അഡ്സോർബേറ്റും തമ്മിൽ വീക്ക് വാൻഡർവാൾ ഫോഴ്സ് ഓർ വീക്ക് ഫിസിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ, രണ്ടുപേരും തമ്മിൽ വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ, രണ്ടുപേരും തമ്മിൽ വലിയ അട്രാക്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആയിരിക്കും. ഇതായിരിക്കും ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആയിരിക്കും. ഓക്കെ, അതല്ല അഡ്സോർബെന്റും അഡ്സോർബേറ്റും തമ്മിൽ നല്ല സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ പറയുന്ന പേരാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ. ഇതാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ. ഫസ്റ്റ് ഡിഫറൻസ് പറയാണ്, അഡ്സോർബെന്റും തമ്മിൽ ഫിസിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ, വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ഫിസിസോപ്ഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയാറുണ്ട്. അഡ്സോർബെന്റും തമ്മിൽ സ്ട്രോങ് കെമിക്കൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയാറുണ്ട്. കെമിസോപ്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ? ദെൻ ലോ ടെമ്പറേച്ചറിൽ നടക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷേ കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? ഹൈ ടെമ്പറേച്ചർ വേണം. ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കാറുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം ഫിസിക്സോപ്ഷനും ഉണ്ട്, കെമിസോപ്ഷനും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും രണ്ട് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂഷ്വലി മൾട്ടി മോളിക്കുലാർ ലേയേഴ്സ് ആർ ഫോംഡ്. ഒരു ഫിസിക്കൽ അഡ്സോർപ്ഷൻ വീക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതൊരു അബ്സോർബേറ്റ് ആണെന്ന് കരുതുക, ഒരു അബ്സോർബെൻ്റ് ആണെന്ന് കരുതി കഴിഞ്ഞാൽ അബ്സോർബേറ്റ് കുറേ ലെയറുകളായിട്ട് ഇങ്ങനെ അടുക്കി അവിടെ ഇവിടെ പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് മൾട്ടി മോളിക്കുലാർ ലേയേഴ്സ് ആർ ഫോംഡ്. പക്ഷേ കെമിക്കൽ അഡ്സോർപ്ഷനകത്ത് ഒറ്റ കാര്യം നടക്കത്തുള്ളൂ, മോണോ മോളിക്കുലാർ ലേയേഴ്സ് ആർ ഫോംഡ്, അല്ലെങ്കിൽ മോണോ ലെയേഴ്സ് ആർ ഫോംഡ്. കാര്യം സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുന്ന ആളെ അപ്പോഴേ പിടിച്ച് അടുത്ത സർഫസിലോട്ട് പിടിച്ച് നിർത്തുന്നത് കൊണ്ട് എത്ര ലെയറേ ഉള്ളൂ? മോണോ ലെയർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ മറ്റടുത്ത് എന്തായിരിക്കും? മൾട്ടി മോളിക്കുലാർ ലെയർ ആയിരിക്കും. ഇതായിരിക്കും മൾട്ടി മോളിക്കുലാർ ലെയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ ഇനി ഇവിടെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നും പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ, അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഹൈ എനർജി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കുറേ ഉണ്ട്. ഏതായാലും ഒരു 4-5 ഓർത്ത് വെച്ചിരിക്കുക, 2 കൂടി ഞാൻ പറയാൻ പോകും. ഇവിടെ നടക്കണമെങ്കിൽ ഒരു ആക്ടിവേഷൻ എനർജി, അതായത് ഈ ഒരു ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എനർജി വേണമെന്നൊരു നിർബന്ധവും ഇല്ല. ആക്ടിവേഷൻ എനർജി നോട്ട് റിക്വേർഡ്. പക്ഷേ കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഉറപ്പായിരിക്കും എനർജി ഓഫ് ആക്ടിവേഷൻ അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ഉണ്ടായിരിക്കണം. ഒരു മിനിമം എമൗണ്ട് എനർജി എപ്പോഴും ഉണ്ടെങ്കിൽ മാത്രമേ കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കത്തുള്ളൂ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടക്കണമെങ്കിൽ എനർജിയുടെ ഒന്നും കാര്യം ഇല്ല. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവർ തമ്മിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഡിസോപ്ഷൻ നടത്താൻ പറ്റുമോ? ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ? അപ്പോൾ ഡിസോപ്ഷൻ നടത്തുക എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷേ ഇവിടെയോ ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടോ? ഇല്ല, വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ എന്തായിട്ട് മാറ്റാൻ പറ്റും? ഡിസോപ്ഷൻ നടത്താൻ പറ്റും. ദാറ്റ് മീൻസ് ഇതിനെ പറയുന്ന പേര് എന്തായിരിക്കും? റിവേഴ്സിബിൾ ഇൻ നേച്ചർ ആയിരിക്കും. റിവേഴ്സിബിൾ ഇൻ നേച്ചർ ആയിരിക്കും. കെമിക്കൽ അഡ്സോർപ്ഷൻ എന്തോ ആയിരിക്കും? റിവേഴ്സിബിൾ ഇൻ നേച്ചർ ആയിരിക്കും. അതായത് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് പാടായിരിക്കും. കുറച്ച് നല്ല രീതിയിൽ പ്രോസസ്സ് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ കെമിക്കൽ അഡ്സോർപ്ഷൻ നടന്നതിൽ നിന്ന് അബ്സോർബെൻറ്റിനെ വേർതിരിക്കാൻ പറ്റൂ. അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയിരിക്കും. പ്രോസസ്സ് റിവേഴ്സിബിൾ ആയിരിക്കും, പക്ഷേ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഇറിവേഴ്സിബിൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞേക്കുന്നത്.
ഫിസിക്കൽ അഡ്സോർപ്ഷൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അഡ്സോർബേറ്റും അബ്സോർബൻറ്റും തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ വീക്ക് ഫോഴ്സാന്ന് പറഞ്ഞു. അങ്ങനെ വീക്ക് ഫോഴ്സ് ഇരിക്കുന്നവരെ രണ്ടുപേരെ ഇങ്ങനെ വീക്ക് ഫോഴ്സിലാണെങ്കിൽ പെട്ടെന്ന് പിടിച്ച് മാറ്റാൻ പറ്റും. അതിപ്പോൾ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, റിവേഴ്സിബിൾ ഇൻ നേച്ചർ ആയിരിക്കും. ഇതായിരിക്കും റിവേഴ്സിബിൾ ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, ഇനി ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്താ പറഞ്ഞത്? വീക്ക് ഫോഴ്സ് ആണ്, ലോ ടെമ്പറേച്ചർ ആണ്, മൾട്ടി മോളിക്കുലാർ ആണ്, ആക്ടിവേഷൻ എനർജി വേണ്ട, ഈസി ആയിട്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണെന്ന് അറിയാമോ, നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ. അതിന് വലിയ സ്പെസിഫിസിറ്റി ഒന്നുമില്ല, അതായത് നടന്നോ നടന്നില്ലയോ എന്നൊന്നും നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ബോധർ ചെയ്യുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് അതെന്തല്ല അത്ര വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കാറില്ല. പക്ഷേ മറ്റേ ആളെന്തായിരിക്കും, അവിടെ എന്ത് വേണം, ടെമ്പറേച്ചർ വേണം, അവിടെ എനർജി വേണം, മോണോ മോളിക്കുലാർ ലെയേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്, ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്, അബ്സോർബേറ്റും അബ്സോർബൻറ്റും തമ്മിൽ നല്ല സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്തായിരിക്കും, സ്പെസിഫിക് ഇൻ നേച്ചർ ആയിരിക്കും, സ്പെസിഫിക് ഇൻ നേച്ചറിലും ആയിരിക്കും. അതായത് നടന്നു കഴിഞ്ഞാൽ നടന്നതായിരിക്കും എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അഡ്സോർപ്ഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് അഡ്സോർപ്ഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഫിസിക്കൽ അഡ്സോർപ്ഷനും അല്ലെങ്കിൽ ഫിസിക്സ് ഓപ്ഷൻ, കെമിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അഡ്സോർപ്ഷൻ അഡ്സോർപ്ഷൻ, അഡ്സോർബേറ്റ്, അഡ്സോർബൻറ്റ്, സോപ്ഷൻ എന്ന് പറയുമ്പം അബ്സോർപ്ഷനും AB-യും AD-യും അഡ്സോർപ്ഷനും ഒരേപോലെ നടക്കും, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് എന്ത്, സോപ്ഷൻ എന്ന് പറയുന്നത്. ഡീസോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബേറ്റിൽ നിന്നും അഡ്സോർബൻറ്റിനെ വേർതിരിക്കുന്ന പ്രോസസ്സാണ് ഡീസോപ്ഷൻ എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്പ്, ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഓർ ഫിസിക്സ് ഓപ്ഷൻ, കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിസ് ഓപ്ഷൻ. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അഡ്സോർബേറ്റും അഡ്സോർബൻറ്റും തമ്മിൽ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആയിരിക്കും, ലോ ടെമ്പറേച്ചറിലായിരിക്കും നടക്കുന്നത്, മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്, ആക്ടിവേഷൻ എനർജി വേണമെന്നുള്ള കാര്യം നിർബന്ധമല്ല, നോട്ട് റിക്വയർഡ് ഫോർ ആക്ടിവേഷൻ എനർജി, ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ നേച്ചർ ആയിരിക്കും. നോട്ട് സ്പെസിഫിക് ഇൻ നേച്ചർ ആണെങ്കിൽ അതെന്തായിരിക്കും, ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഫിസിക്സ് ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ കേസിൽ വരുമ്പോൾ അബ്സോർബേറ്റും അബ്സോർബൻറ്റും തമ്മിൽ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും, ഹൈ ടെമ്പറേച്ചറിലേ നടക്കത്തുള്ളൂ, മോണോ മോളിക്കുലാർ ലെയേഴ്സ് ആർ ഫോം ചെയ്യും, എനർജി ഓഫ് ആക്ടിവേഷൻ ഉണ്ടായിരിക്കണം, ഒരു മിനിമം എനർജിയെങ്കിലും നടന്നിരിക്കണം, ഡിഫിക്കൽട്ട് ആണ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ നേച്ചർ ആയിരിക്കും, സ്പെസിഫിക് ഇൻ നേച്ചർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് പറയും, കെമിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ കെമിസ് ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു പോർഷനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് അഡ്സോർപ്ഷൻ? ഒരു സർഫസ് ഫിനോമിനാണ്. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം അഡ്സോർപ്ഷൻ വരെയുള്ള നടക്കുന്ന കാര്യങ്ങളെല്ലാം സർഫസ് ഫിനോമിനായിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അഡ്സോർപ്ഷൻ, അഡ്സോർബേറ്റ്, അബ്സോർബൻറ്റ്, സോർപ്ഷൻ, ഡീസോർപ്ഷൻ, ദെൻ 2 ഡിഫറൻസുകളും. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയേണ്ടത് അഡ്സോർപ്ഷൻ ഐസോതേം ആണ്. എന്തോ ഐസോതേം എന്നറിയാം, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സുകളെ പഠിക്കുന്നതാണ് അഡ്സോർപ്ഷൻ ഐസോതേം. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ കൺസിഡർ ചെയ്തുകൊണ്ട് എങ്ങനെയായിരിക്കും അഡ്സോർപ്ഷൻ പഠിക്കുന്നതെന്നാണ് അഡ്സോർപ്ഷൻ ഐസോതേമിനകത്ത് പഠിക്കാനുള്ളത്. അതൊരു സയൻറ്റിസ്റ്റാണ് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അതിൻ്റെ ഒരു റിലേഷനും പറഞ്ഞത്. ആ അഡ്സോർപ്ഷനാണ് ഫ്രെഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. എന്താണ്? ഫ്രെഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം. ഓക്കെ, ഫ്രെഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ X amount of gas is absorbed in X amount of gas. X is the mass of gas absorbed in. AD ആണ് absorbed in mass of mass of adsorbent. ഓക്കെ, adsorbent. ഓക്കെ, മാസ് ഉള്ള ഒരു അഡ്സോർബെൻറ്റിൽ എക്സ് മാസ് ഉള്ള ഒരു ഗ്യാസ് എന്ത് ചെയ്യാണ്, അഡ്സോർബേറ്റ് വേണ്ടി പങ്കെടുക്കുകയാണെങ്കിൽ ഈസ് ഈക്വൽ ടു X/m is equal to K into P raised to 1/n. K into P raised to 1/n. It is the mathematical expression of Freundlich adsorption isotherm. X/m is equal to K P raised to 1/n, where X is the mass of gas absorbed, mass of gas adsorbed, M mass of adsorbent, K and N are constant which depends upon the nature of gas. ഏത് ഗ്യാസ് ആണോ അഡ്സോർപ്ഷന് വേണ്ടി വന്നത് അയാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കെയുടെ വാല്യൂം എന്നിൻ്റെ വാല്യൂം. ഓക്കെ, വാട്ട് ഈസ് ദ P? P is the
പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർമ്മയുണ്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ ആയിട്ട്, അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ ഓർക്കുക അത് ഗ്യാസിൻ്റെ കാര്യത്തിലായിരിക്കും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ഗ്യാസ് ആയിട്ടുള്ള അബ്സോർബേറ്റ് ആരാണ്, ഗ്യാസ് ആണ്. അതൊരു സർഫസിൽ വന്ന് എന്ത് ചെയ്യുമ്പം അഡ്സോർപ്ഷൻ നടക്കുമ്പോൾ ഉള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ആര് തന്നിരിക്കുന്നത്, ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം പറയുന്നത്. എക്സ്പ്രഷൻ ഇതാണ്, x/m = k p⁻1/n. ഓക്കെ, ദെൻ അദ്ദേഹം ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പ്രഷർ അലോങ്സ് ടു എക്സ് ആക്സിസിലും x/m അലോങ്സ് ടു y ആക്സിസിലും. ഓക്കെ, x/m പറയുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റേഷ്യോനെ പറയുന്ന പേരാണ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ. ഇതാണ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ, എത്രമാത്രം എക്സ്റ്റെൻഡിൽ അഡ്സോർപ്ഷൻ നടന്നു ഉള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഗ്യാസും എം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ബെൻഡ് എവിടാണോ വന്നത് അവിടെ അബ്സോർബെൻറ്റും അവർ തമ്മിലുള്ള റേഷ്യോനെ പറയുന്ന പേരാണ് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ. ആ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനും പ്രഷറും തമ്മിലൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയുമോ, 0-ൽ നിന്നും പതിയെ ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന പറയുക, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നതായിട്ടാണ് ആ ഒരു ഗ്രാഫ് പോകുന്നത്. ഓക്കെ, അപ്പം പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഇങ്ങോട്ടേക്ക് പ്രഷർ കൂടുമല്ലേ, പ്രഷർ കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ കൂടാൻ തുടങ്ങും. കൂടി ഒരു പർട്ടിക്കുലർ ആകുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറും, മാക്സിമത്തിലെത്തി. പിന്നീട് പ്രഷറിൻ്റെമായിട്ട് എന്തില്ല, വേരിയേഷൻ ഒന്നുമില്ല, പ്രഷറിൻ്റെ അതേ രീതിയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കുന്നതായിട്ടാണ് ഗ്രാഫ് പറയുന്നത്. ഓക്കെ, അപ്പം extent of adsorption എന്താ ചെയ്യുന്നത്, as the pressure increases x/m increases and reaches a maximum then constant to the pressure. ഓക്കെ, അങ്ങനെ മാക്സിമം ഒരു പോയിന്റിൽ അബ്സോർബ് ചെയ്ത് എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ വരുന്ന ഒരു പർട്ടിക്കുലർ പ്രഷറിൽ ഒരു മാക്സിമം കിട്ടുന്ന എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ, അതിനൊരു പ്രഷറിനൊരു പേരുണ്ട്, സാച്ചുറേഷൻ പ്രഷർ. എന്താണ്, സാച്ചുറേഷൻ പ്രഷർ. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ മാക്സിമം എത്തുന്ന പ്രഷറിനെ പറയുന്ന പേരാണെന്ത്, സാച്ചുറേഷൻ പ്രഷർ. എന്താണ്, സാച്ചുറേഷൻ പ്രഷർ. അപ്പോൾ നോക്കും, ഐസോതെർമാണ് പഠിക്കുന്നത്. ഐസോതെർം എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും, പിന്നെന്തായിരിക്കും, പ്രഷറിനനുസരിച്ചുള്ള വേരിയേഷനാണ് നമ്മൾ ഐസോതെർമിൽ പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? പ്രഷർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക, ഈ അഡ്സോർബേറ്റ് അതായത് പറ്റിപ്പിടിക്കാൻ വരുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും, ഗ്യാസ് ആയിരിക്കും. അങ്ങനെ ഒരു എക്സ് എമൗണ്ട് ഉള്ള ഒരു ഗ്യാസ് എം എമൗണ്ട് ഓഫ് ഉള്ള അല്ലെങ്കിൽ എം മാസ് ഉള്ള ഒരു അബ്സോർബേറ്റിൽ വന്ന് പറ്റിപ്പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസും അതിൻ്റെ റിലേഷനുമാണ് ആര് തന്നത്, ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് തന്നത്. ആ അഡ്സോർപ്ഷനെ പറഞ്ഞ പേരാണ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതെർം. ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, as the pressure increases extent of adsorption, x/m റേഷ്യോനെ പറഞ്ഞ പേര് എന്താണ്, extent of adsorption എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പതിയെ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്തതിന് ശേഷം പിന്നീട് എത്ര പ്രഷർ കൂടിയാലും അത് എന്തായിട്ടേ മാറത്തുള്ളൂ, കോൺസ്റ്റന്റ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ആ കിട്ടുന്ന മാക്സിമം പ്രഷറിനെ പറഞ്ഞ പേരാണെന്ത്, സാച്ചുറേഷൻ പ്രഷർ. എന്താണ്, സാച്ചുറേഷൻ പ്രഷർ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ അദ്ദേഹം ലോഗരിതം എന്ന് പറയുന്ന ഒരു കാര്യം അപ്ലൈ ചെയ്യാൻ പോണ്. ഓക്കെ, അപ്ലൈയിങ് ലോഗരിതം ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് ദി ഇക്വേഷൻ. ഈ ഇക്വേഷനകത്തോട്ട് എന്ത് ചെയ്തു, ലോഗരിതം അപ്ലൈ ചെയ്തു. അപ്പോൾ എങ്ങനെ കിട്ടുമായിരിക്കും ഇക്വേഷൻ, log x/m is equal to log k plus 1/n log p p⁻1/n ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ 1/n എന്ന് പുറത്തോട്ട് വന്നിട്ട് log p അപ്ലൈ ചെയ്തോളൂ. ഓക്കെ, അപ്പം x/m എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷൻ, k കോൺസ്റ്റന്റ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഗ്യാസ്, n കോൺസ്റ്റന്റ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഗ്യാസ്, p is the pressure. ഓക്കെ, അപ്പം ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, log x/m is equal to log k plus 1/n log p എന്നാവും. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് resemblance with straight line equation y is equal to mx plus c. ഇപ്പം ലോഗരിതം അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ഇക്വേഷൻ ആരുടെ ഇക്വേഷനുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y is equal to mx plus c എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്വഭാവം ഉണ്ട് അല്ലേ, ആ ഒരു സ്വഭാവത്തിലാണ് ഇക്വേഷൻ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ x/m log p വെച്ചൊരു ഗ്രാഫ് വരയ്ക്കേണ്ടേ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഗ്രാഫ് എന്താണെന്ന് അറിയണം, അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് അറിയണം, അതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x/m ആണോ ഇനി വരയ്ക്കേണ്ട ഗ്രാഫ്, അല്ല, എന്തുമായിരിക്കും, log x/m ആയിരിക്കും. എന്താണ്, log എക്സ്റ്റെൻഡ് ഓഫ് അഡ്സോർപ്ഷനും log pയും തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പം കിട്ടിയ ഗ്രാഫ് എന്താണെന്നാ പറഞ്ഞത്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. എന്തുമായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും.
അതിനെന്ത് വേണം? ഒരു വൈ ഇൻ്റർസെപ്റ്റ് ഉണ്ടായിരിക്കും. വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് വൈ ആക്സിസിലോട്ട് എന്ത് ചെയ്യണം? എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും വൈ ഇൻ്റർസെപ്റ്റ് കിട്ടുന്നത്. അതിനെന്ത് കാണും? ഒരു സ്ലോപ്പ് കാണും. ഉറപ്പാണല്ലോ. സ്ലോപ്പ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? സ്ലോപ്പ് എടുക്കുമ്പോൾ ലോഗ് കെ എന്ന് പറയുന്ന സ്ലോപ്പ് എടുക്കാൻ പറ്റും. അപ്പോൾ സ്ലോപ്പ് കണക്കാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് കിട്ടും. വൈ ഇൻ്റർസെപ്റ്റ് കൊണ്ടുവന്ന് മാത്രം പഠിച്ചാൽ മതി, എന്താണെന്നുള്ളത് അറിയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇക്വേഷനകത്തോട്ട് ആദ്യം എന്ത് ചെയ്തു? ഇക്വേഷൻ പറഞ്ഞു. ആ ഇക്വേഷൻ പ്രകാരം പ്രഷർ വേരി ചെയ്യുന്നതനുസരിച്ച് എക്സ്റ്റെൻറ്റ് ഓഫ് അബ്സോർപ്ഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു പർട്ടിക്കുലർ ആകുമ്പോഴത്തേക്ക് ഒരു മാക്സിമം കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ദെൻ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ലോഗ് x/m = ലോഗ് k + 1/n ലോഗ് p എന്നായിട്ട് മാറി. അത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനോട്ട് സിമിലാരിറ്റി ഉണ്ട്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. കിട്ടുന്ന ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. ലോഗ് പിയും ലോഗ് x/m തമ്മിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്തു. സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വൈ ഇൻ്റർസെപ്റ്റും കിട്ടും. സ്ലോപ്പ് എടുക്കേണ്ടി വരികയും ചെയ്യും. അപ്പം dx എന്ന് പറയുന്ന സ്ലോപ്പ് എടുത്താലും കിട്ടും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എണ്ണിനൊരു വിലയുണ്ട്. ഓക്കെ, 1/n എന്ന് പറയുന്നതിനൊരു വിലയുണ്ട്. അതെന്താ പറയുക? എപ്പോഴും 0യ്ക്കും 1നും ഇടയിലായിരിക്കും ഇത് നിൽക്കുന്നത്. 0യ്ക്കും 1നും ഇടയിലുള്ള റേഞ്ച് ആയിരിക്കും 1/n എന്ന് പറയുന്നത്. 1/n എന്ന് പറയുന്നത് എന്തായിരിക്കും? 0യ്ക്കും 1നും ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും അതിനെപ്പോഴും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അഡ്സോർപ്ഷൻ ഐസോതേർം എന്ന് പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ പ്രഷറിൻ്റെ വേരിയേഷൻ പഠിക്കുന്നതാണെന്ത്? അഡ്സോർപ്ഷൻ ഐസോതേർം. അങ്ങനെ പഠിച്ചൊരു സയൻറ്റിസ്റ്റാണ് ആര്? ഫ്രണ്ട്ലിച്ച് എന്ന് പറയുന്നത്. ആ അഡ്സോർപ്ഷനെ പറയുന്ന പേരാണ് ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം പറയുന്നതേ ഉള്ളൂ, എക്സ് എന്ന എമൗണ്ട് ഓഫ് ഗ്യാസ് എമൗണ്ട് ഓഫ് അഡ്സോർബേറ്റിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ x/m = k × p⁻⁴ ആണ്. ഓക്കെ, ദ x/m = called extent of adsorption. K is കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഗ്യാസ്. പി പ്രഷറാണ്, എന്നും കോൺസ്റ്റൻ്റ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞു പഠിച്ചു. ഓക്കെ, ഇനി ആ ഇക്വേഷനകത്തോട്ട് ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് x/m = ലോഗ് k + 1/n ലോഗ് p എന്നും പറഞ്ഞൊരു സാധനം കിട്ടും. അത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനുമായിട്ട് സിമിലർ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ്റെ ആണ്. സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിൽ നിന്ന് വൈ ഇൻ്റർസെപ്റ്റും കിട്ടും. പിന്നെ എന്തും കിട്ടും? സ്ലോപ്പും കിട്ടും. ഓക്കെ ആണല്ലോ. ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ പതിയെ ഇൻക്രീസ് ചെയ്ത് വന്നിട്ട് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാവുന്ന ഗ്രാഫാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു മാക്സിമം കിട്ടുന്ന x/m ഒരു വില, ഒരു x/m ഒരു മാക്സിമം വില കിട്ടും. ആ കിട്ടുന്ന പ്രഷറിനെ പറയുന്ന പേരാണ് എന്ത്? സാച്ചുറേഷൻ പ്രഷർ. എന്താണ്? സാച്ചുറേഷൻ പ്രഷർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസും x/m = k p⁻⁴ എന്ന് പറയുന്ന ഇക്വേഷനും അത് ലോഗരിതം അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷനും രണ്ട് ഗ്രാഫുകളും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ വേരിയേഷൻ ഓഫ് ഗ്യാസിൻ്റെ പ്രഷർ വേരിയേഷനും എക്സ്റ്റെൻറ്റ് ഓഫ് അഡ്സോർപ്ഷനും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് എന്ത്? ഫ്രണ്ട്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം. ഓക്കെ ആണല്ലോ. ഓക്കെ, താങ്ക് യു.